എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ടെക്സ്കൂപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജാവയാണ്. ജാവയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ജാവയുടെ ഫീച്ചേഴ്സ്, ഊപ്പ് പ്രിൻസിപ്പിൾസ്, ഒരു ജാവ ഇൻസ്റ്റലേഷൻ, എക്ലിപ്സ് ഇൻസ്റ്റലേഷൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഒറിജിൻ ഓഫ് ജാവ എന്താണെന്ന് നോക്കാം. ജാവ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഇന്നലത്തെ ട്യൂട്ടോറിയൽ ഓൾറെഡി കണ്ടു. ദർ ആർ 4 ലെവൽസ് ഓഫ് ലാംഗ്വേജസ്: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ്. അതിൽ ഒരു ടൈപ്പായ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉൾപ്പെടുന്നതാണ് ജാവ. അപ്പം ഓൾറെഡി സി പ്ലസ് പ്ലസ് ഒക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ജാവ എന്ന് പറയുന്നത്. അതുപോലെ സിയിൽ നിന്ന് സിൻടാക്സ്, സി പ്ലസ് പ്ലസിൽ നിന്ന് ഊപ്പ് കോൺസെപ്റ്റ്, ഇതൊക്കെ അഡോപ്റ്റ് ചെയ്താണ് ജാവ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അവർ ഇട്ടിരുന്ന ഡെവലപ്പേഴ്സ് ഇട്ടിരുന്ന പേര് ഗ്രീൻ ഡോക്ക് എന്നാണ്. അതിനുശേഷം ദ ചേഞ്ച് ടു ഓക്ക്. ഓക്ക് എന്ന് പറഞ്ഞാൽ USA, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെ കുറേ കൺട്രീസിൻ്റെ നാഷണൽ ട്രീയും കൂടിയാണ്. ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് സ്ട്രെങ്ത്. അതുകൊണ്ടാണ് അവർ ഓക്ക് എന്നൊരു പേര് അതിനിട്ടത്. അതിനുശേഷം 1995 ജാവ എന്ന പേരിലോട്ട് റീനെയിം ചെയ്തു. അതിനൊരു റീസൺ ഉണ്ട്. അതായത് അപ്പോൾ ആ സമയത്ത് ഡെവലപ്പേഴ്സ് കൂടുതലായിട്ട് പീറ്റ്സ് കോഫി എന്നൊരു കോഫിയാണ് കൂടുതലായിട്ട് കുടിച്ചുകൊണ്ടിരുന്നത്. അതെന്ന് പറഞ്ഞാൽ ജാവ ഐലൻഡിൽ നിന്ന് കൊണ്ടുവരുന്ന കോഫി ബീൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് കോഫിയാണത്. അതുകൊണ്ടാണ് ജാവയുടെ ലോഗോ ആയിട്ട് ഒരു കോഫി മഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇനിഷ്യൽ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് 23 ജാനുവരി 1996 ആണ്. ജാവയുടെ ഡെവലപ്പേഴ്സ് സൺ മൈക്രോസിസ്റ്റം ആണ്. നെക്സ്റ്റ് ഈസ് കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ജാവ പ്രോഗ്രാം. അടുത്തൊരു ഫ്ലോ സ്ട്രക്ചർ ആണ്. എങ്ങനെയാണ് ജാവ ആപ്ലിക്കേഷനെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്, അതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ജാവ കോഡ്, അതായത് സോഴ്സ് കോഡിനെ ഒരു .java ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു കോഡ് എഡിറ്ററിലായിരിക്കും. കോഡ് എഡിറ്റർ മീൻസ് ഒരു നോട്ട് പാഡ് ആകാം, എക്ലിപ്സ് ആകാം, നെറ്റ്ബീൻസ് ആകാം, ഇൻ്റലിജി ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു കോഡ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് .java എന്നുള്ള എക്സ്റ്റൻഷനിൽ. അതിനുശേഷം നെക്സ്റ്റ് ആണ് കമ്പൈൽ ചെയ്യുക എന്ന പ്രോസസ്സ്. ഈ കമ്പൈലേഷൻ ടൈമിൽ നമ്മുടെ ജാവ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുകയാണ്, അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കമ്പൈൽ ടൈം എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഇൻ കേസ് എറേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്നു. ഇല്ല, എറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എറേഴ്സ് ഡിസ്പ്ലേ ആകും. നമുക്കത് പിന്നെ മുന്നോട്ട് റൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കോഡിൽ പോയിട്ട് വേണ്ട തിരുത്തലുകളൊക്കെ നടത്തുക, എറേഴ്സൊക്കെ സോൾവ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സേവ് ചെയ്ത് വീണ്ടും നമ്മൾ കമ്പൈൽ ചെയ്യണം. ഇങ്ങനെയാണ് ആ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ കമ്പൈലർ ചെക്ക് ചെയ്യുമ്പോൾ എറേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ .java ഫയലിനെ അത് ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഒരു .class ഫയലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ .class ഫയലിനെ JVM, ജാവ വിർച്വൽ മെഷീൻ, അതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ ജാവ പ്രോഗ്രാം റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഫ്ലോ സ്ട്രക്ചർ. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ജാവ. ജാവയിൽ മെയിനായിട്ട് 10 ഫീച്ചേഴ്സ് ആണുള്ളത്. സിമ്പിൾ, സെക്യൂർ, പോർട്ടബിൾ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, റോബസ്റ്റ്, മൾട്ടി ത്രെഡഡ്, ഇൻ്റർപ്രറ്റഡ്, ഹൈ പെർഫോമൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഡൈനാമിക്. ഇനി ഈ ഓരോ ഫീച്ചേഴ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിമ്പിൾ. ജാവ സിമ്പിളാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++, C അങ്ങനെയൊക്കെയുള്ളതൊക്കെ അറിയാവുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ജാവ പഠിക്കാനായിട്ട്. കാരണം അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാവ അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ. അതായത് C++ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പോയിന്റേഴ്സ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, സ്ട്രക്ചർ, യൂണിയൻ അങ്ങനെ കുറേ കോംപ്ലിക്കേറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ജാവ റിമൂവ് ചെയ്ത് സിമ്പിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അൺയൂസ്ഡ് ഒബ്ജക്ട്സിനെ നമ്മൾ മാനുവലായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജാവ സിമ്പിളാണെന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് ഫീച്ചറാണ് സെക്യൂർഡ്. ജാവ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ് സെക്യൂരിറ്റി. വൺ ഓഫ് ദ സെക്യൂർ ലാംഗ്വേജസ് നമുക്ക് പറയാൻ പറ്റും ജാവേനെ. അതുകൊണ്ട് തന്നെ വൈറസ് ഫ്രീ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ജാവ യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ജാവ സെക്യൂർ ആയത്? ജാവ സെക്യൂർ എന്ന് പറയുന്നതിന് മെയിനായിട്ട് 3 റീസൺസ് ആണ്. അതിൽ ഫസ്റ്റ് റീസൺ ആണ് ജാവ പ്രോഗ്രാം എപ്പോഴും റൺ ചെയ്യുന്നത് അതിൻ്റെതായ ഒരു വിർച്വൽ മെഷീൻ സാൻഡ് ബോക്സ് ഉണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആ ഇമേജസ് നോക്കാം, അത് മനസ്സിലാകും. ഇപ്പോൾ ഒരു നോർമൽ C++ ആപ്ലിക്കേഷൻ ആണെങ്കിൽ
ആ ആപ്ലിക്കേഷൻ അതിൻ്റെ ഒ എസിലൂടെ ഡയറക്റ്റ് റണ്ണാണ് ചെയ്യുന്നത്. പക്ഷേ ജാവയുടെ കേസിലാണെങ്കിൽ ഈ ഒ എസിനും ജാവ ആപ്ലിക്കേഷനും ഇടയ്ക്കായിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ലെയറും കൂടെ ഫോം ചെയ്യുന്നതിന് ജാവ വിർച്വൽ മെഷീൻ JVM എന്ന് പറയും, അതും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാവ സെക്യൂർ ആണ്. അതിൻ്റെ ഒരു റീസൺ ആണ് സെക്യൂർ. ദെൻ സെക്കൻഡ് റീസൺ ആണ് ക്ലാസ് ലോഡർ. ക്ലാസ് ലോഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് JRE, അതായത് ജാവ റൺ ടൈം എൻവയോൺമെൻറ്റിൻ്റെ ഒരു പാർട്ടാണ് ക്ലാസ് ലോഡർ. ഇറ്റ്സ് യൂസിങ് ടു ലോഡ് ക്ലാസ്സസ് ടു ദ JVM ഡൈനാമിക്കലി. JVMലോട്ട് ഡൈനാമിക് ആയിട്ട് അതായത് റൺ ടൈം തന്നെ ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ലോഡർ യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് എ സെക്കൻഡ് റീസൺ. ദെൻ തേർഡ് റീസൺ എന്ന് പറയുന്നത് ബൈറ്റ് കോഡ് വെരിഫയർ ആണ്. അത് ഇല്ലീഗൽ കോഡൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ബൈറ്റ് കോഡ് വെരിഫയർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ സെക്യൂരിറ്റി ഗാർഡ്. അതുപോലെ ഒരു പ്രോബ്ലം അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷനെ ത്രോ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ജാവയുടെ ഡിഫോൾട്ട് സെക്യൂരിറ്റീസ് ഒക്കെ. ഇതിന് പുറമെ ഡെവലപ്പേഴ്സിന് അവരുടേതായ എക്സ്ട്രാ സെക്യൂരിറ്റീസ് ആഡ് ചെയ്യാം, ലൈക്ക് SSL, ക്രിപ്റ്റോഗ്രാഫി, അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഫീച്ചർ ഈസ് പോർട്ടബിൾ. ജാവ പോർട്ടബിൾ ആവുന്നതിനുള്ള റീസൺ അത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് മീൻസ് ഒരു സിസ്റ്റത്തിൽ ചെയ്ത ജാവ കോഡിനെ നമുക്ക് വിത്തൗട്ട് എനി ചേഞ്ചസ് മറ്റൊരു സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ പോർട്ടബിലിറ്റിക്കുള്ള റീസൺസ് കുറച്ചുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ജാവ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നതും റൺ ചെയ്യുന്നതെന്നും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ജാവ കമ്പൈലറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൈറ്റ് കോഡാണെന്ന്. എന്നിട്ട് ഈ ബൈറ്റ് കോഡിനെ JVM എക്സിക്യൂട്ട് ചെയ്യുന്നു, ജാവ വിർച്വൽ മെഷീൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. JVM ഒരു ഇൻ്റർപ്രിറ്റർ ആണ്. ഇൻ്റർപ്രിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ് ടു എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻസ്. ഈ JVM എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്. ബട്ട് ഈ JVMന് ഏത് ജാവ ബൈറ്റ് കോഡും അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സോ ഒരു സിസ്റ്റത്തിൽ ചെയ്ത ജാവ കോഡ് മറ്റൊരു സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് പോർട്ടബിൾ. അടുത്ത ഫീച്ചറാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ഊപ്പ് കോൺസെപ്റ്റ്സ് എന്ന് പറയും. അപ്പം ഈ ഊപ്പ് കോൺസെപ്റ്റ്സിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ഫീച്ചറാണ് റോബസ്റ്റ്. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ മീനിങ് സ്ട്രോങ് എന്നാണ്. അപ്പോൾ ജാവ സ്ട്രോങ് ആവുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മീൻസ് എറേഴ്സ് അല്ലെങ്കിൽ ബഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റി അത് ജാവയ്ക്കുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ, നമുക്ക് മാനുവലായിട്ട് കോഡൊന്നും പ്രത്യേകിച്ച് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അൺയൂസ്ഡ് മെമ്മറിയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വല്ല പോയിന്റർ കൺസെപ്റ്റ് ഒക്കെ ഇതിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് ജാവ റോബസ്റ്റ് ആണെന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് ഫീച്ചർ ഈസ് മൾട്ടി ത്രെഡഡ്. ത്രെഡ് മീൻസ് ഒരു പ്രോഗ്രാം, ഒരു സിമ്പിൾ ഒരു പ്രോഗ്രാം നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. മൾട്ടി ത്രെഡ് കോൺസെപ്റ്റിൽ അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഓരോ ത്രെഡിനും സെപ്പറേറ്റ് മെമ്മറിയുടെ ആവശ്യമില്ല. എല്ലാ ത്രെഡ്സും കോമൺ ആയിട്ട് ഏരിയ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെമ്മറി അത്രയും കൺസ്യൂം ചെയ്യാണ്ട് ലഭിക്കാനായിട്ട് കഴിയും. അതാണ് മൾട്ടി ത്രെഡഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇൻ്റർപ്രിറ്റഡ്. ഇൻ്റർപ്രിറ്റഡ് എന്ന് പറഞ്ഞാൽ ആ കമ്പൈൽഡ് ജാവ ബൈറ്റ് കോഡ് ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു JVM വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജാവ ഒരു ഇൻ്റർപ്രിറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈ പെർഫോമൻസ്. ഈ ഹൈ പെർഫോമൻസ് എന്നൊരു ഫീച്ചർ വരാനുള്ള കാരണം അത് ഇൻ്റർപ്രിറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ്. അതായത് ഈസി ടു ട്രാൻസ്ഫർ ടു നേറ്റീവ് മെഷീൻ കോഡ് ബിക്കോസ് ഓഫ് ബൈറ്റ് കോഡ്. ഓക്കെ, അതുപോലെ ഗാർബേജ് കളക്ടർ ഉണ്ട്, മൾട്ടി ത്രെഡിങ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഹൈ പെർഫോമൻസ് ആണ് ജാവയ്ക്കുള്ളത്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നൊരു ഫീച്ചർ വരാനുള്ള കാരണം അതിന് RMI ഉണ്ട്. RMI മീൻസ് റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ. അതെന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു ആക്സസ് മെത്തേഡ് അക്രോസ് ദ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് വഴി മെത്തേഡ്സിനൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ജാവ TCP/IP പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഫീച്ചേഴ്സ് കൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. നെക്സ്റ്റ് ഈസ് ഡൈനാമിക്. ജാവ സപ്പോർട്ട്സ് ഡൈനാമിക് ലോഡിംഗ് ഓഫ് ക്ലാസ്സസ്. അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രം മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും ഡാറ്റ. അതാണ് ഡൈനാമിക്. ഓട്ടോമാറ്റിക് ഗാർബേജ് മാനേജ്മെൻറ്റും ഉണ്ട്. അപ്പം ഇങ്ങനെ ആവശ്യമുള്ളപ്പോൾ മാത്രം ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നു. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ജാവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ജാവയുടെ സെഷനിലോട്ട് നമ്മൾ പോവുകയാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് പാരഡൈം ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാം മോഡൽ അല്ലെങ്കിൽ പാറ്റേൺ എന്നൊക്കെ പറയാം. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. അതിലെ ബേസിക് കോൺസെപ്റ്റ് അതിൻ്റെ പേരിൽ നമുക്ക് തന്നെ മനസ്സിലാവും. ഒബ്ജക്റ്റ് അതുപോലെ തന്നെ ക്ലാസ്, ഈ രണ്ട് കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം എന്താ ഒബ്ജക്റ്റ് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് എൻറ്റിറ്റി, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ
ഒരേ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ഒബ്ജക്ട്സിൻ്റെ ഒരു കളക്ഷനാണ് ക്ലാസ്. അത് വേറൊരു രീതി പറയുകയാണെങ്കിൽ ബ്ലൂ പ്രിൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് ദ ഒബ്ജക്ട്സ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നമുക്കൊരു റിയൽ ടൈം സിനാരിയോ നോക്കാം. ഇപ്പം ആനിമൽ എന്നൊരു ക്ലാസ് ആണെങ്കിൽ അതിൽ ഒബ്ജക്ട്സ് ആണ് ക്യാറ്റ്, ഡോഗ് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഡോഗിനെ എടുക്കുക ഒരു ഒബ്ജക്റ്റായിട്ട്. അപ്പോൾ അതിനുള്ള ഐഡൻറ്റിറ്റി എന്താണ്? അതിൻ്റെ നെയിം തന്നെ. നമ്മളൊരു ഡോഗിന് പേരിടുന്നു, അതായിരിക്കും അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിന് ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ലൈക്ക് കളർ, വെയ്റ്റ്, ഏജ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബിഹേവിയേഴ്സ് ഉണ്ട്. ബിഹേവിയർ മീൻസ് ഈറ്റ്, ബാർക്ക്, സ്ലീപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബിഹേവിയേഴ്സ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ടാകും, ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും, ബിഹേവിയേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ പ്രോപ്പർട്ടീസുള്ള ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൂപ്പ് പ്രിൻസിപ്പിൾസ്. ഇതാണ് ജാവയുടെ ബേസിക് എന്ന് പറയുന്ന കാര്യം തന്നെ. അപ്പം അതെന്തൊക്കെയാണ്? അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. ഇത് നമ്മൾ ഈ ഓരോ പ്രിൻസിപ്പിൾ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നും നമ്മൾ പഠിക്കാം. So the first principle is abstraction. Only the essential details are displayed to the user and ignoring the irrelevant details. അതായത് എസെൻഷ്യൽ ഡീറ്റെയിൽസ്, അതായത് വേണ്ട ഡീറ്റെയിൽസ് മാത്രം യൂസറിന് കൊടുക്കുന്നു, എന്നിട്ട് അൺനെസസറി ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്നു. അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. പിന്നെ കാര്യം, നമ്മുടെ യു പ്രിൻസിപ്പിൾസിലെ ഈ അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ഇതെല്ലാം തമ്മിൽ ഇതിൻ്റെ പേരും ഡെഫിനേഷനും തമ്മിൽ എപ്പോഴും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പം ഞാൻ ഈ 4 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് ഓരോ സിമ്പിൾ എക്സാമ്പിൾസ്, നമ്മുടെ റിയൽ ടൈം സിനാരിയോ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എല്ലാവർക്കും ഓർത്തിരിക്കാനായിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഞാൻ അബ്സ്ട്രാക്ഷനിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മളെല്ലാവരും ടി വി കാണുന്നവരാണ്, പക്ഷേ അതിൻ്റെ ബാക്ക് എൻഡ് പ്രോസസ് അല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രോസസ്സ് നമ്മളാരും അറിയേണ്ട ആവശ്യമില്ല. ടി വിക്കുള്ളിലാണെങ്കിൽ ഡയോഡ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇലക്ട്രോൺ പ്രൊജക്ഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ്സും നമ്മൾ ബോധർ ചെയ്യാറില്ല. നമുക്ക് ജസ്റ്റ് ടി വിയുടെ സ്വിച്ച് ഓൺ ചെയ്യുക അല്ലെങ്കിൽ പവർ ഓൺ ചെയ്യുക, പിന്നെ റിമോട്ട് ബട്ടൺ പ്രസ് ചെയ്യുക, ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ വിഷ്വൽസ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇതുപോലെയാണ് അബ്സ്ട്രാക്ഷൻ. അതായത് യൂസർക്ക് ഒരിക്കലും എൻ്റെ ബാക്കിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറിയാൻ കഴിയുന്നതാണ് അബ്സ്ട്രാക്ഷൻ. ഈ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് ജാവ ഇന്റർഫേസസ് ആൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ ബേസിക് ജാവ പഠിക്കണം. അപ്പോൾ ആ ടോപ്പിക്സ് കമ്മിങ് എപ്പിസോഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. രണ്ടാമത്തെ ഉപ് പ്രിൻസിപ്പിളാണ് എൻക്യാപ്സുലേഷൻ. അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റാപ്പിംഗ് കോഡ് ആൻഡ് ഡാറ്റ ടുഗദർ ഇൻ ടു സിംഗിൾ യൂണിറ്റ്. അതായത് കോഡിനെയും ഡാറ്റയും ഒരൊറ്റ യൂണിറ്റാക്കി ഒരുമിച്ചാക്കുന്ന ഒരു പ്രോസസ്സാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും, ക്യാപ്സുലേഷൻ. അതായത് ഒരു ക്യാപ്സൂളിനകത്ത് കുറേ മെഡിസിൻസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതുപോലെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ നമുക്ക് വരുന്ന ഇതിൽ നമുക്ക് പഠിക്കാം. ഒരു എൻക്യാപ്സുലേഷനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഹൈഡിങ് കൂടിയാണ്. അതായത് പുറമേ നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ആക്സസിൽ നിന്ന് ഡാറ്റയെ, അതായത് വേരിയബിൾസിനും മെത്തേഡ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ എൻക്യാപ്സുലേഷൻ എന്നുള്ള ഫീച്ചർ വഴി. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഇൻഹെറിറ്റൻസ്. വൺ ക്ലാസ് അക്വയർസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് എ പാരന്റ് ക്ലാസ്. ഒരു ക്ലാസ് മറ്റൊരു ക്ലാസിൻ്റെ ക്യാരക്ടേഴ്സ് എടുക്കുന്ന പ്രോസസ്സാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ അവിടെ പിക്ചറൈസേഷൻ ചെയ്തിരിക്കുന്നത്. ആനിമൽ എന്നൊരു ക്ലാസ് ഉണ്ട്, അതിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റ് ക്ലാസ്സസ് ആണ് മാമൽസ്, ബേർഡ്സ്, ഫിഷ് ഒക്കെ. അതുപോലെ മാമൽസിനകത്ത് പിന്നെയും ക്ലാസ്സസ് ഉണ്ട്, ഡോഗ്, ക്യാറ്റ്. അതുപോലെ ബേർഡ്സിൽ വീണ്ടും ക്രോ, ഡക്ക്, ഫിഷിനകത്തും അതുപോലെ തന്നെ. അപ്പം ഇങ്ങനെ വരുന്ന ഓരോ ക്ലാസ്സിനും അതിൻ്റെ പേരൻറ്റ് ക്ലാസ്സിന്, അതായത് തൊട്ട് മുമ്പിൽ വരുന്ന ക്ലാസ്, ഇപ്പോൾ എക്സാമ്പിൾ ഡോഗ് ആണെങ്കിൽ ഡോഗിന് മാമൽസ് എന്നുള്ള ക്ലാസ്സിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒപ്പം തന്നെ ഡോഗിൻ്റെതായ മാത്രം കുറേ ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ മാമൽസിന് ആനിമൽ എന്നുള്ള ക്ലാസ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ മാമൽസിന് സെപ്പറേറ്റ് മീൻസ് എക്സ്ട്രാ വേറെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ ബിഹേവിയേഴ്സിനെ അച്ചീവ് ചെയ്യുന്നു, അതാണ് ഇൻഹെറിറ്റൻസ്. Then the last principle is polymorphism. Having many forms. That's the definition of polymorphism. അതായത് പല ഫോംസ്, പല പ്രോപ്പർട്ടീസ് എടുക്കാനുള്ള കഴിവാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റോൾ ഓഫ് എ വുമൺ ഇൻ എ ലൈഫ് ടൈം. So a woman at the same time, she is a daughter, mother, wife, employee, grandmother.
സോ ദ സെയിം പേഴ്സൺ possesses ഡിഫറെൻറ്റ് ബിഹേവിയർ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അതായത് പല സിറ്റുവേഷനിൽ പല ഫോംസ് എടുക്കുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീ അവരുടെ ലൈഫിൽ പല പല റോൾസ്, അതായത് ഒരാളുടെ മകളാകാം, വൈഫാകാം, ഗ്രാൻഡ് മദർ ആകാം, എംപ്ലോയി ആകാം, അങ്ങനെ പല റോൾസാണ് ചെയ്യുന്നത്. അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് പോളിമോർഫിസത്തിൻ്റെ. ജാവയിൽ ഇത് രണ്ട് രീതിയിലാണ്, 2 ടൈപ്സ് ഓഫ് പോളിമോർഫിസം ആണുള്ളത്. കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. അപ്പം നമ്മളത് പഠിക്കുന്നുണ്ട്. അടുത്തതാണ് JDK വേഴ്സ് JRE വേഴ്സ് JVM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജാവ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഈ 3 ടേംസ് നമ്മൾ എപ്പോഴും കാണും. അപ്പോൾ കൺഫ്യൂഷൻ അത് എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ നോക്കാം. ആദ്യം JDK എന്ന് പറയുന്നത് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ആണ്. അതാണ് എൻ്റെ ഫുൾ ഫോം. എൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ജാവ എക്സിക്യൂട്ട് ചെയ്യാനും കോഡ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഈ JDKക്കകത്ത് വരുന്നത്. അതിനകത്ത് കമ്പൈലർ ഉണ്ട്, ഡീബഗർ ഉണ്ട്, ഹാപ്ലെറ്റ് വ്യൂവർ ഉണ്ട്, ആപ്ലിക്കേഷൻ ലോഞ്ചർ ഉണ്ട്. ഇതെല്ലാം JDKക്കകത്ത് വരുന്നു. അതുപോലെ തന്നെ JREയുടെ എല്ലാ ഫീച്ചേഴ്സും ഈ JDKക്ക് ഉണ്ട്. അതാണ് JDK എന്ന് പറയുന്നത്. നെക്സ്റ്റ് JRE മീൻസ് ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ്. അതായത് ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ നമ്മൾ JDK ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ JRE ആവശ്യമാണ് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിനായിട്ട്. JDK ഓൾറെഡി JREയും കൂടെ ചേർത്താണ് വരുന്നത് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത്. അതുകൊണ്ട് സെപ്പറേറ്റ്ലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ JREക്കകത്ത് ക്ലാസ് ലൈബ്രറീസ്, ലോഡർ ക്ലാസ്, JVM ഒക്കെയാണ് JREക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ ലാസ്റ്റ് ആണ് JVM എന്ന് പറയുന്നത്, ജാവ വിർച്വൽ മെഷീൻ. JVM കംസ് വിത്ത് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ, JIT എന്ന് പറയും. ഇറ്റ് കൺവേഴ്സ് സോഴ്സ് കോഡ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. അത് സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് JVM യൂസ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് JDK എന്ന് പറയുന്നത് JRE, JVM, ലൈബ്രറീസ് എല്ലാം കൂടെ ചേർന്നാണ്. ഒപ്പം തന്നെ പ്ലസ് ഡെവലപ്മെൻറ്റ് ടൂൾസും കൂടെ ഉള്ളതാണ് JDK എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് JRE എന്ന് പറയുന്നത്. JREക്കുള്ളിലാണ് JVMും ലൈബ്രറീസും ഒക്കെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ JREയുടെയും JDKയുടെയും JVMയുടെ ഒരു സ്ട്രക്ചർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ഹൗ ടു ഇൻസ്റ്റാൾ Eclipse. Eclipse എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ്, നമ്മുടെ കോഡ് എഡിറ്റർ ആണ്. കോഡൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ് Eclipse. നിങ്ങൾക്ക് Eclipseന് വരെ നോർമൽ നോട്ട് പാഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ NetBeans യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് എഡിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ബിഗിനേഴ്സ് ഒരിക്കലും Eclipse ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങരുത്. കാരണം നിങ്ങൾക്ക് കോഡിൽ നല്ലൊരു തറവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നോട്ട് പാഡ് മാത്രമേ യൂസ് ചെയ്യാവൂ. Eclipseൽ കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് റണ്ണൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കമാൻഡ്സ് നിങ്ങൾ പഠിക്കാതെ പോകും. അതുകൊണ്ട് എപ്പോഴും നോട്ട് പാഡ് തന്നെ യൂസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ പോയിട്ട് ഈ ഒരു ലിങ്ക് കൊടുക്കുക, eclipse.org/downloads എന്നുള്ളത്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, അതെടുത്താൽ മതി. ഇതാണ് Eclipseൻ്റെ ഒഫീഷ്യൽ പേജ്. ചെറുതായിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു. ഇവിടെ കാണാം ഗെറ്റ് Eclipse IDE 2020 ഡൗൺലോഡ് 64 ബിറ്റ്. ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ Eclipseൻ്റെ exe ഫയൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ നോർമലായിട്ടൊരു ജാവ ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ Eclipse IDE ഫോർ എൻ്റർപ്രൈസ് ജാവ ഡെവലപ്പേഴ്സ് നമ്മൾ എടുക്കാം.
എന്നിട്ട് അവിടെ പാത്ത് അവർ ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ, ഇത് തന്നെ ഡിഫോൾട്ട് പാത്ത് തന്നെ. accept. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ജാവ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഗൂഗിൾ എടുക്കുക. അതിൽ ഡൗൺലോഡ് ജാവ JDK ഒറാക്കിൾ എന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഓപ്പൺ ആയിട്ട് നമുക്ക് അതിൻ്റെ ലിങ്ക് വരും. ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഈ ഒരു ലിങ്കിലോട്ട് പോകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലിങ്കിൽ പോകാം. എന്നിട്ട് ഇതിൻ്റെ പല പല വേർഷൻസ് കിടപ്പുണ്ടായിരിക്കും, നമ്മുടെ ഇതനുസരിച്ച് എടുക്കുക. ഞാൻ ജാവ SE14 ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ JDK ഡൗൺലോഡ് ഇങ്ങനൊരു ലിങ്ക് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചെറുതായിട്ടൊന്ന് ബ്രൗസ് ചെയ്യുക താഴോട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സിസ്റ്റം ഏതാണോ, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, മാക് ഉള്ളവർക്ക് മാക്, അതനുസരിച്ച് വേണം ഇവിടുന്ന് ഓപ്ഷൻ എടുക്കാനായിട്ട്. എൻ്റേത് വിൻഡോസ് 64 ബിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ EXE ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് വിൻഡോസ് X64 ഇൻസ്റ്റലർ കിടക്കുന്നത്, അതിൻ്റെ EXE ഫയലാണ്. അത് ഡൗൺലോഡ് ചെയ്യുന്നു. ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം എൻ്റെ EXE ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ EXE ഫയൽ കംപ്ലീറ്റ്ലി ഡൗൺലോഡായി. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് എക്സിക്യൂട്ട് ആവും. EXE ഫയൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് ജസ്റ്റ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഇത് എവിടെയാണ് ഇൻസ്റ്റാൾ ആവുന്നുള്ള പാത്ത് വരും. അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം ഫയൽസിൽ തന്നെയാണ് എപ്പോഴും ജാവ ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ആവുന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസോ അല്ലെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്തെങ്കിലും കാണണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്സ് കൊടുത്ത് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ JDK ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം ജാവ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അടുത്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പാണ്, അതൊരിക്കലും ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാമിന് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഫയൽസൊക്കെ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. മീൻസ് എക്സിക്യൂട്ടബിൾ ഫയൽസ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് മൈ കമ്പ്യൂട്ടർ പോവുക, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അതിൽ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോ ഓപ്പൺ ആയി. അതിൽ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് വേരിയബിൾസ് കാണാം. യൂസർ വേരിയബിൾസും ഉണ്ട്, സിസ്റ്റം വേരിയബിൾസും ഉണ്ട്. നമുക്കതിൽ സിസ്റ്റം വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ബട്ടൺ പോയി ക്ലിക്ക് ചെയ്യുക. അവിടെ വേരിയബിൾ നെയിം ജാവ അണ്ടർസ്കോർ ഹോം എന്ന് കൊടുക്കുന്നു. ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കാൻ നോക്കുക. അതുപോലെ വേരിയബിൾ വാല്യൂ, ഈ വേരിയബിൾ വാല്യൂ JDK പാത്താണ്. അതായത് JDK എവിടെയാണ് ഇൻസ്റ്റാൾ അയക്കുന്നത് അത് എപ്പോഴും തന്നെ സിയിലായിരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. സിയിൽ പ്രോഗ്രാം ഫയൽസ് ജാവ JDK ഉണ്ട്. JDK ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ JDK 14.0.1 എന്നുള്ള ആ
പാത്ത് അതാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. കോപ്പി ചെയ്യുന്നു, ഇതിൻ്റെ വേരിയബിൾ വാല്യൂ ആക്കിയിട്ട് അത് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇതുകൊണ്ട് തീർന്നില്ല, വീണ്ടും ചെറുതായിട്ടൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. പാത്ത് എന്ന വേരിയബിൾ കാണാം, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയിട്ട് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് പുതിയൊരു റോ വന്നു, പുതിയ വേരിയബിൾ സെറ്റ് ചെയ്യാനായിട്ട്. അവിടെ പോയിട്ട് %java_home നമ്മൾ ഓൾറെഡി ആ വേരിയബിൾ സെറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ്. അതിനുശേഷം then /bin. ഓക്കെ, എന്നിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. പിന്നീട് അടുത്ത ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോഴാണ് ജാവ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയത്. ഇനി നമുക്കൊന്ന് കൺഫേം ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തത് പ്രോപ്പറായിട്ടാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് സെർച്ച് ബാറിൽ പോവുക, cmd എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരുന്നു. അവിടെ പോയി ജാവ സ്പേസ് -version എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാവ വേർഷൻ എന്ന് പറഞ്ഞാൽ 14.0.1 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജാവ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ഹൗ ടു ഇൻസ്റ്റാൾ എക്ലിപ്സ്. എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ്, നമ്മുടെ കോഡ് എഡിറ്റർ ആണ്. കോഡൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ് എക്ലിപ്സ്. നിങ്ങൾക്ക് എക്ലിപ്സിന് വരെ നോർമൽ നോട്ട് പാഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബീൻസ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് എഡിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ബിഗിനേഴ്സ് ഒരിക്കലും എക്ലിപ്സ് ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങരുത്. കാരണം നിങ്ങൾക്ക് കോഡിൽ നല്ലൊരു തറവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നോട്ട് പാഡ് മാത്രമേ യൂസ് ചെയ്യാവൂ. എക്ലിപ്സിൽ കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് റണ്ണൊക്കെ ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ കമാൻഡ്സ് നിങ്ങൾ പഠിക്കാതെ പോകും. അതുകൊണ്ട് എപ്പോഴും നോട്ട് പാഡ് തന്നെ യൂസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ പോയിട്ട് ഈ ഒരു ലിങ്ക് കൊടുക്കുക, eclipse.org/downloads എന്നുള്ളത്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, അതെടുത്താൽ മതി. ഇതാണ് എക്ലിപ്സിൻ്റെ ഒഫീഷ്യൽ പേജ്. ചെറുതായിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു. ഇവിടെ കാണാം ഗെറ്റ് എക്ലിപ്സ് IDE 2020 ഡൗൺലോഡ് 64-bit. ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്ലിപ്സിൻ്റെ exe ഫയൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ നോർമലായിട്ടൊരു ജാവ ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ എക്ലിപ്സ് IDE for Enterprise Java Developers നമ്മൾ എടുക്കാം. എന്നിട്ട് അവിടെ പാത്ത് അവർ ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ, ഇത് തന്നെ ഡിഫോൾട്ട് പാത്ത് തന്നെ